വയനാട് മാനന്തവാടിയിൽ ഇന്നലെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ പൊതുദർശനം അല്പസമയം മുൻപാണ് അവസാനിച്ചത്. മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സംസ്കാര ചടങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്നലെയാണ് കാപ്പി കുറിക്കാൻ പോയ തോട്ടം തൊഴിലാളിയായ രാധയെ കടുവ ആക്രമിക്കുകയും അതിന് പിന്നാലെ തന്നെ കൊല്ലപ്പെടുകയും ചെയ്തത്. പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു രാധയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. വനത്തിനുള്ളിൽ പരിശോധന നടത്തിയ തണ്ടർ ബോൾട്ട് സംഘങ്ങളാണ് കൊല്ലപ്പെട്ട നിലയിൽ രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതിന് പിന്നാലെ തന്നെ വലിയ ജനകീയ രോഷം തന്നെ ഉയർന്നു വന്നു. പിന്നാലെ അവിടെ നിന്ന് മൃതദേഹം എടുക്കാൻ അനുവദിക്കില്ല എന്നതടക്കമുള്ള കടുത്ത നിലപാടിലേക്ക് ജനങ്ങൾ നീങ്ങുകയും ചെയ്തു. പിന്നീട് മന്ത്രിയടക്കം അവിടെ എത്തി അവരെ അനുനയിപ്പിച്ചാണ് മൃതദേഹം അവിടെ നിന്ന് മാറ്റിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ രാവിലെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. അല്പനേരം വീട്ടിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. ആ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് സംസ്കാര ചടങ്ങിലേക്ക് കടന്നിരിക്കുന്നത്. ഫൈസൽ വിവരങ്ങൾ നൽകും. ഫൈസൽ, സംസ്കാര ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണോ? ദിവ്യ, പൊതുദർശനം പൂർത്തിയാക്കി ഇപ്പോൾ രാധയുടെ സംസ്കാര ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. വീടിനോട് ചേർന്ന് ഉള്ള വളപ്പിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ സമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലാണ് ഉള്ളത്. വീടിനോട് ചേർന്നുള്ള വളപ്പിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. മതാചാരപ്രകാരമുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 11 മണിക്ക് മുമ്പ് തന്നെ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കുമെന്ന് നേരത്തെ ബന്ധുക്കൾ അറിയിച്ചതാണ്. അതുപോലെ കൃത്യസമയത്ത് തന്നെയാണ് 10:45 പൊതുദർശനം പൂർത്തിയാക്കി സംസ്കാരത്തിനായി മൃതദേഹം എടുത്തു. വീടിനോട് ചേർന്നുള്ള പറമ്പിൽ തന്നെയാണ് സംസ്കാരം നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും. മന്ത്രി OR കേളു ഉൾപ്പെടെയുള്ള ആളുകൾ പ്രദേശത്തുണ്ട്. 100 കണക്കിന് ആളുകളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. നിരവധി ആളുകളുടെ അകമ്പടിയോടെ തന്നെയാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. നേരത്തെ ഏറെ വൈകാരികമായ രംഗങ്ങൾക്കാണ് ഇപ്പോൾ ഈ ഒരു പഞ്ചാരക്കൊല്ലിയിലെ വീട് സാക്ഷിയായത്. ഏറെ ഭയങ്കര സങ്കടകരമായ ഒരു കാഴ്ചയായിരുന്നു. എല്ലാവരും ഒരുപോലെ കണ്ണ് നിറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു നമ്മൾ കടന്നുപോയിരുന്നത്. ഏറെ വൈകാരികമായിരുന്നു ഓരോ നിമിഷങ്ങളും. ഇപ്പോൾ സംസ്കാര ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ദിവ്യ. ഇവിടെ ഫൈസൽ, രാധയുടെ വിയോഗം അത് വലിയ വേദന തന്നെ അവിടെയുള്ള നാട്ടുകാർക്കും ബന്ധുക്കൾക്കും നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ഭീതി കൂടി ഉണ്ടാകുമല്ലേ ജനങ്ങൾക്ക്? തീർച്ചയായും ഈ ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കടുവയെ പിടികൂടാത്തതിനുള്ള ഭീതി ഇപ്പോഴും ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ തന്നെ കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിനടക്കമുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഇത് കടുവയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് അതിനൊരു വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കടുവയെ ഇന്നലെ വൈകുന്നേരം ആക്രമണം നടന്ന അതേ സ്ഥലത്ത് നാട്ടുകാർ വീണ്ടും കടുവയെ കണ്ടിരുന്നു. പക്ഷേ എന്നിരുന്നാലും പിന്നീട് കടുവയുടെ സാന്നിധ്യമൊന്നും കണ്ടെത്താനായിട്ടില്ല. ഇന്ന് ക്യാമറയിൽ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ കടുവ പതിഞ്ഞിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ വനംവകുപ്പ് CCF KS ദീപ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ കടുവ ഈ ഒരു പ്രദേശം വിട്ടു പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കടുവയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി തന്നെ വനംവകുപ്പ് തയ്യാറായിട്ടുണ്ട്. കടുവയെ പിടികൂടുന്നതിനായി ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ പ്രദേശത്ത് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. മയക്കുവെടി വെക്കുന്നതിനടക്കം ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള സംഘം ജില്ലയിലെത്തും. കടുവയെ നിരീക്ഷിക്കുന്നതിനായി തെർമൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്നുള്ളത് അടക്കം ഇന്നലെ തന്നെ സൂചിപ്പിച്ചതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. RRTയുടെ കൂടുതൽ സംഘങ്ങൾ ഈ ഒരു പ്രദേശത്ത് പഞ്ചാരക്കൊല്ലിയുടെ വിവിധ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. വനംവകുപ്പിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ജീവനക്കാരെയൊക്കെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇതിന്റെ കടുവയെ നിരീക്ഷിക്കുന്നതിനായി ഈ ഭാഗങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടുവക്കായുള്ള തെരച്ചിൽ വനംവകുപ്പ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇന്ന് കടുവയെ വീണ്ടും ഈ ഒരു പ്രദേശത്ത് കണ്ടതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് വനംവകുപ്പ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത്. കാരണം ഇനി ആർക്കെങ്കിലും ഇത്തരത്തിൽ
ഒരു അപകടം സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം അവർ ജോലി ചെയ്യുന്ന കൃഷിയിടത്തിലെത്തിയാണ് ആ കടുവ ആക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ആശങ്ക. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്, കാപ്പി വിളവെടുപ്പിന്റെ ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി തൊഴിലാളികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. അവരൊക്കെ ഏറെ ഭീതിയോടെ ജോലിക്ക് പോലും കഴിയാത്ത തരത്തിലേക്ക് അവരെ ഭയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. കാരണം ജോലിക്ക് പോയി ഇന്നലെ രാവിലെ ഭർത്താവ് രാധയെ അവിടെ കൊണ്ട് ആക്കി തിരിച്ചു വരുന്ന രാധയുടെ സംസ്കാര ചടങ്ങുകൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്.